ഗസ എന്നത് ഒരു ചാവ് നിലമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇന്നോ ഇന്നലെയോ അങ്ങനെ ആയതുമല്ല, അതിനെ അങ്ങനെ ആക്കി തീർത്തതാണ്. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിന് ഏതാണ്ട് പതിറ്റാണ്ടുകളുടെ തന്നെ പഴക്കമുണ്ട്. കഴിഞ്ഞ മാസങ്ങളായി തുടരുന്ന ഈ അവസാനഘട്ട യുദ്ധത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 36,000 പരം ആളുകളാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 60-ലധികം പേരെയാണ് കുരുതി ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാര്യത്തിൽ ചാവ് നിലമാകുന്ന ഗസ. പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിക്കെതിരെ ശക്തമായ രീതിയിലുള്ള വികാരമാണ് ലോക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പലസ്തീനിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുമുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ അതിൽ ഏതാണ്ട് പലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതും ശ്ലാഘനീയമാണ്, സ്വീകാര്യമാണ്. ഈ ഘട്ടത്തിൽ പ്രധാനമായും പറഞ്ഞു വെക്കാനുള്ളത് ജബാലിയയിലെ സംഭവമാണ്. 20 ദിവസങ്ങൾ നീണ്ട ബോംബ് വർഷത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം പിന്മാറിയ ജബാലിയിൽ നിന്നും കണ്ടെടുത്തത് 50-ലധികം വരുന്ന മൃതശരീരമാണ്. ഇതോടുകൂടി ഈ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 120-ൽ പരം ആളുകളാണ്. അതിന്റെ കണക്കിന്റെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ 7 മാസത്തിനിടയിൽ ഈ ഭാഗത്ത് മാത്രം കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം എന്ന് പറയുന്നത് 36,600-ൽ പരം വരും എന്നുള്ളതാണ്. ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരു തരത്തിലുള്ള കുലുക്കവും ഇസ്രയേലിനെ ഭരിക്കുന്ന നെതന്യാഹുവിനോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം. രാജ്യത്തിന്റെ വിവിധ ശക്തികൾ ഒത്തൊരുമിച്ച് നിന്ന് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്ക അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ അവസാന ഘട്ടത്തിൽ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ വഴങ്ങാനുള്ള ഒരു മനസ്സ് നെതന്യാഹു കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. നെതന്യാഹു പറയുന്നത് ഹമാസ് ഇപ്പോൾ ബന്ദികളാക്കിയിരിക്കുന്ന ആളുകളെ വിട്ടുതരണം, ഒപ്പം തന്നെ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ എന്ന് പറയുന്ന ആ ഒരു നയത്തിൽ കൃത്യമായ രീതിയിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടാവണം. അതിൽ ഏതാനും ചില അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതൊക്കെയും മാറ്റിയെങ്കിൽ മാത്രമേ വെടിനിർത്തൽ എന്നുള്ള ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം നെതന്യാഹു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിൽ നിന്നും വ്യക്തമാകുന്നത് വെടിനിർത്തൽ എന്നത് ഇസ്രായേലിന്റെ അജണ്ടയിലോ അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ടോ അവർ കണക്കാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നത് വരെ ഈ വെടിനിർത്തൽ എന്നുള്ള ഒരു നടപടിയിലേക്ക് തങ്ങൾ കടക്കില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് നെതന്യാഹു. എന്തായാലും ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. ഗസയിലെ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും അവസാനത്തെ ഉണ്ടായിരുന്ന ആശുപത്രി പോലും തകർത്തെറിയുന്ന ഒരു നിലയിലേക്ക്, ആശുപത്രിക്ക് നേരെ പോലും ആക്രമണം നടത്തുന്ന ഒരു നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആ ആശുപത്രി അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും പലസ്തീനിലെ ആളുകൾ അവസാനമായി അവരുടെ ഒരു തുരുത്തെന്ന നിലയിൽ തന്നെ കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരവിടെ ജീവിക്കുന്ന, ജീവനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് റഫേൽ അവർ ഒത്തുകൂടിയിരുന്നു. ആ റഫേലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു വെടിനിർത്തൽ വേണമെന്നൊരു ആവശ്യം അമേരിക്കയും ജോ ബൈഡനെ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിനെതിരെയാണ് ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന്, വെടിനിർത്തൽ എന്നൊരു നിലപാട് സ്വീകരിക്കില്ല എന്ന് നെതന്യാഹു അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. UN പോലുള്ള സംവിധാനങ്ങളൊക്കെയും നോക്കുകുത്തിയാകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഖേദം തോന്നും, സങ്കടം തോന്നും എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അത് മനസാക്ഷിയുള്ള ആർക്കും തന്നെ അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും ഉണ്ടാവാൻ സാധ്യതയുമില്ല. കാരണം കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ എത്രമാത്രം ആളുകളാണ് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് എന്ന് കണ്ടാൽ മാത്രം മതിയാവും. കഴിഞ്ഞ 7 മാസത്തിനിടയിൽ 36,000-ൽ പരം ആളുകളാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇനിയും തകർന്നു വീണ് കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹം തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ് ഈ അവശേഷിക്കുന്ന മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത്. ആ കെട്ടിടങ്ങൾക്കിടയിൽ എത്രമാത്രം മനുഷ്യർ ജീവന് വേണ്ടി മല്ലടിക്കുന്നുണ്ട്, എത്രമാത്രം മനുഷ്യരുടെ ചേതനേറ്റ ശരീരങ്ങളുണ്ട് എന്നുള്ളതൊന്നും ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇസ്രായേൽ വെടിനിർത്തൽ അനുമതി അല്ലെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്നൊരു ആവശ്യം ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഒരു പരിധിവരെ ആവശ്യങ്ങളുമായി മുന്നോട്ട് വയ്ക്കുമ്പോഴും ഏറ്റവും ധിക്കാരപരമായിട്ടുള്ള സമീപനം തന്നെയാണ് നെതന്യാഹു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ എന്ന് പറയുന്ന ആ ഒരു ആശയത്തോട് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹമാസിനെ പൂർണ്ണമായും തൂത്തറിയാതെ വെടിനിർത്തലിനെ കുറിച്ച് തങ്ങൾ ചിന്തിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഹമാസ് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ആളുകളെ വിട്ടുകിട്ടാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് നെതന്യാഹു മന്ത്രിസഭയിലെ ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും ആ ഒരു നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള
ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് ഇതിലെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഇസ്രായേലിലെ ഒരു കൂട്ടുമന്ത്രിസഭയാണ് എന്നുള്ള കാര്യം തർക്കമില്ല. കാരണം ഇത്തരത്തിൽ നെതന്യാഹുവിന് ആ സ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ ഈ ആളുകളുടെ എല്ലാം തന്നെ പിന്തുണ വേണം. അതുകൊണ്ട് തന്നെ തീവ്ര വലതുപക്ഷക്കാരുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അധികാരത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങളെ പൂർണ്ണമായും നടപ്പിലാക്കുക എന്നുള്ളൊരു നയം തന്നെയാണ് നെതന്യാഹു സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ വെടിനിർത്തലിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പച്ച വെളിച്ചം അവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ലോക മനസാക്ഷി മുഴുവൻ ഉള്ളത്. സാധാരണയായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭ ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ അപ്പോൾ ഹമാസിനെ ഉന്നം വെച്ചുകൊണ്ട് പലസ്തീനിലേക്ക് ബോംബുകൾ വർഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലും നെതന്യാഹുവും കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ മനുഷ്യത്വരഹിതം എന്നല്ലാതെ, രാക്ഷസീയം എന്നല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുക?